ഇത്രയും നാളെ ഈ സദാശിവൻ അഭയം നൽകിയ ജയിൽ തറവാടേ ഞാൻ എന്നേക്കുമായി ഇവിടെ പറയുക. ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് സദാശിവ നീ ഇവിടെ പറഞ്ഞു പോണത്? ഏറിയാൽ 2 ആഴ്ച, അതിനുള്ളിൽ നീ ഇവിടെ തിരിച്ചു വരും. ഇല്ല, ഞാൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. ഈ സദാശിവൻ വിട പറയുകയാണ് കോടീശ്വരനാകാൻ, സ്വപ്നങ്ങളുടെ പറുദീസയിലേക്ക്. വരട്ടെ, അനുഗ്രഹിക്കൂ. പോയി നന്നായി വാ സദാശിവ. സദാശിവ, ഞാനെടുത്തില്ല. വണ്ടി എടുക്ക. എങ്ങോട്ടാ? സ്വപ്നങ്ങളുടെ പറുദീസയിലേക്ക്. മനസ്സിലായില്ല. പുത്തൂരം വീട്ടിലേക്ക് പോണോന്ന്. നമ്മളാരാ പുത്തൂരം വീട്ടിലേക്ക്? തച്ചോളി ഉദയനൻ. അല്ല, കണ്ടാ തോന്നില്ല. കണ്ടാ തോന്നില്ല, പ്രവൃത്തി കാണുമ്പോ തോന്നുന്നു. വണ്ടി എടുക്ക. മോനെ സദാശിവ, എന്താ അമ്മേ? നീ എങ്ങോട്ടാ പോണേന്ന് അറിയോ നിനക്ക്? പുത്തൂരം വീട്ടിലേക്ക്. നമ്മുടെ ലക്ഷ്യം നീ നിറവേറ്റണം. ആവശ്യമെന്ന് കണ്ടാൽ ഹീനമായ ഒരു കൊല നടത്താൻ വരെ തയ്യാറായിട്ടാണ് ഈ സദാശിവൻ വന്നിരിക്കുന്നത്. അമ്മേ, കൊലപാതകയാണോ? നീ മിടുക്കനാണെന്ന് എനിക്കറിയാം. വണ്ടി വിടറോ? എത്രയായി? 100 രൂപ. ആ, 200 രൂപ. മോനെ സദാശിവ, നീ ഇവിടെ വന്നത് എല്ലാവരും അറിയുന്നു. നീ ഇവിടെ ഒരോളം സൃഷ്ടിക്കണം. അതെ അമ്മേ, ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലടോ? അനധികൃതമായി അകത്ത് കിടക്കുന്നവർ അനുഭവിക്കും. അയ്യോ അയ്യോ, എന്താ ഇവിടെ? എന്താണ് ഇവിടെ? ഞാൻ അനുവാദം ചോദിക്കാൻ അകത്ത് കിടന്നു. എടി, നീ ആ തോക്ക് കൊടുത്താടി. ഞാൻ ഇവനെ വെടിവെച്ചു കൊല്ലാം. ഇവന് അത്രയ്ക്കായോടാ. അയ്യോ അമ്മേ, ഞാനാ സദാശിവൻ. അയ്യോ, എന്റെ മോനെ, നീ എപ്പ ഇറങ്ങിയതാ? അല്ല, എപ്പ വന്നു? ഇപ്പൊ എന്റെ പൊന്നു മോനെ, വന്നു വല്ലതും കഴിക്കടാ. നിന്നെ ഞാൻ വെടിവെച്ച് കൊന്നേനില്ല എന്റെ പൊന്നു. അയ്യോ അമ്മായി. ഓ, അസത്തിന് തുടങ്ങി. വെറുതെ കിടന്ന് ഒച്ച വയ്ക്കലടി വട്ടുപിശാശൻ. അമ്മായി, എന്താ മോളെ? ആരാണ് അയാള്? എന്താ, അവൻ വല്ല വൃത്തികേട് കാണിച്ചോ? അയാളുടെ ഒരു നോട്ടം കാണണം. മനുഷ്യന്റെ അവിടെ ഇവിടെയൊക്കെ അല്ലേ നോക്കണേ? എടി, അതൊക്കെ ഒരു സുഖല്ലടി മോളെ. പക്ഷെ എനിക്കൊന്നും ഇഷ്ടമല്ല. എന്റെ മോളെ, കല്യാണം കഴിക്കാത്തോണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. കല്യാണം കഴിക്കേണ്ട പ്രായത്തിൽ കഴിച്ചില്ലെങ്കിൽ ആണുങ്ങൾ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമ്മള് പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോവും മോളെ. എന്റെ മോനവൻ സദാശിവൻ. കൊറേ കാലായിട്ട് അവൻ ദുബായിലായിരുന്നു. ദുർഗ പറഞ്ഞപ്പോഴാ ഞാൻ അവനെ കത്തയച്ചു വരുത്തിയത്. അവന് തീരെ താല്പര്യമില്ലായിരുന്നു. ഞാൻ അവന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ട് അവനെത്തിയത്. മോളെ, 1,00,000 രൂപ ശമ്പളം കളഞ്ഞിട്ട് അവനിവിടെ എത്തിയിരിക്കണേ. ആ, മോൾക്ക് അവനെ ഇഷ്ടപ്പെട്ടോ? അല്ല, ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ തന്നെ പറഞ്ഞേര്. ഞാൻ അവനെ പറഞ്ഞുവിടാ. എടാ സദാശിവ, എടാ സദാശിവ. വേണ്ട അമ്മായി. നീ എന്തിനാടാ പൽപ്പിനോട് മോശമായിട്ട് പെരുമാറിയത്? ഒന്ന് നോക്കി, അത്രേ ഉള്ളൂ. ഈ ജാതി ഉരുപ്പിടികളെ കണ്ട് എങ്ങനെ നോക്കാതിരിക്കുക? ഞാൻ മോശമായിട്ടൊന്നും പെരുമാറിയില്ല. അമ്മയുടെ മോൻ ഇപ്പൊ ഡീസന്റാ. ഓ, എനിക്കറിയില്ല നിന്റെ ഡീസല്. നീ നോക്കണം, ഇനി നോക്കണം. അവളെയല്ല, അവളെ മൂത്തൊരുത്തിണ്ട്. അവളെ ദുർഗാദേവി. ആ, നിനക്ക് ഈ അമ്മ വേണ്ട ഒത്താശകളൊക്കെ ചെയ്തുതരാം. അവളാണ് ഈ വീടിന്റെ നെടുന്തൂണ്. എടാ, കോടിക്കണക്കിന് സ്വത്തുള്ള തറവാട ഇത്. ഇതെല്ലാം നമ്മുടെ പേരിലാക്കണം. അത് നീ വിചാരിച്ചാലേ നടക്കൂ. ഇവിടത്തെ പെണ്ണുങ്ങൾ ആരും ഇതുവരെ കിട്ടിയിട്ടില്ല. മൂത്ത് നരയ്ക്കാൻ തുടങ്ങിയിട്ട് എന്താ പെണ്ണുങ്ങൾ ഇതുവരെ കെട്ടിക്കാതിരുന്ന? അത് വലിയൊരു കഥയാണ്. ചുരുക്കി പറ. ഇക്കണ്ട സ്വത്തുക്കൾ ഈ പുത്തൂരൻ കുടുംബത്തിൽ നിന്ന് മറ്റൊരു കുടുംബത്തേക്ക് പോകാതിരിക്കാൻ ഇവിടത്തെ കാരണവര്, അതായത് ദുർഗേര തന്ത, ഒരു വില്ല് എഴുതി വെച്ചിട്ട് ഈ തറവാട്ടിലെ കുട്ടികൾ പുത്തൂരൻ തറവാട്ടിൽ നിന്നല്ലാതെ മറ്റൊരു തറവാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചാൽ അവർക്ക് ഈ സ്വത്തുക്കൾക്കൊന്നും
അവകാശം ഉണ്ടായിരിക്കില്ല എന്ന്. ആ അത് ശരി, ബെസ്റ്റ് തന്ത. തന്തമാരായ ഇങ്ങനെ വേണം. സദാശിവ, ഓ നിന്റെ ഭാഗ്യം തെളിഞ്ഞൊന്ന് കരുതിയാ മതി. അകന്ന ബന്ധത്തിൽപ്പെട്ടതാണെങ്കിലും ഈ തറവാട്ടിൽപ്പെട്ടതാണ് നീയും. ആണോ? നിനക്കടയി സ്വത്തുക്കൾ അനുഭവിക്കാൻ വിധി. ഏതാ ഈ വാദരോഗി? ഇതാണ് ഈ തറവാട്ടിലെ ഏക ആൺതരി ഉണ്ണി. ടൗണിൽ കോളേജിൽ പഠിക്കും. എന്താണോ നോക്കി പല്ലിളിക്കുന്നത്? നല്ല അനുസരണയുള്ള ചെക്കൻ. തന്നെ ഞാൻ അനുസരണ പഠിപ്പിക്കാം. എടാ ഉണ്ണിക്കുട്ടാ, വേണ്ട പോ. വീണ്ടും കാണണം. ഇവന് നല്ലൊരു അഭ്യാസിയാക്കണമെന്ന് ആ ദുർഗയുടെ ആഗ്രഹം. ഈ പോക്ക് പോയ അഭ്യാസിയാകും. അവൻ ആരോ ആയിക്കോട്ടെ, നീ ദുർഗയുടെ നേരെ ഒരു കണ്ണ് വയ്ക്കണം. പക്ഷേ സൂക്ഷിക്കണം. എന്തിന്? നീ കണ്ടതുപോലെയൊന്നല്ല, അവളൊരാണ, ആരെയും വെല്ലുന്നവള്. ആകപ്പാടാണ് ചായക്കുള്ള കാശുള്ളൂ കേട്ടോ. നീ അതൊന്നും ചാടിക്കറി ഓർഡർ ചെയ്യല്ലേ? ഒന്നും ഓർഡർ ചെയ്യണില്ല. ഓർഡർ ചെയ്ത് കഴിക്കുന്നത് കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കണ്ടു. രണ്ട് ചിക്കൻ 3 ചപ്പാത്തി. ഓക്കെ ശരി. എടാ നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? എടാ ഞാൻ ഉണ്ണി, ഒന്നാം ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച ഉണ്ണി. നിനക്ക് ഇത്ര ഓർമ്മയില്ലേ? ഫ്രണ്ടാ, ഫ്രണ്ട്. അതൊക്കെ പോട്ടെ, നീ എന്താ ഇവിടെ? ചായ കുടിക്കാൻ വന്നതാ. ഓ തമാശ തമാശ, നീ ഇപ്പോഴും തമാശ വിട്ടിട്ടില്ല. പിന്നെ വീട്ടിലെങ്ങനെ അച്ഛനൊക്കെ സുഖം തന്നെ? അച്ഛൻ വെച്ചിട്ട് 10 വർഷമായില്ലേ? അത് പിന്നെ എനിക്കറിയാലോ, ഞാൻ കൊച്ചച്ഛന്റെ കാര്യമല്ലേ ചോദിച്ചത്. അപ്പൊ അച്ഛൻ പിന്നെ അന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ടല്ലേ മരിച്ചത്? അച്ഛൻ ലോറി കാര്യല്ലേ മരിച്ചത്? അതെ, ലോറി ഇങ്ങനെ ഹാർട്ടിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കേറി അറ്റാക്ക് ആയിട്ടാണല്ലോ മരിച്ചത്. ശ്ശോ, എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ഇതാരാ ഫ്രണ്ടാ? അല്ല, മുതലാളിയാ. അയ്യോ, ഏത് കമ്പനിയുടെ? ഞാനൊരു കോൺട്രാക്ട്. ഐ മുണ്ടി ഫ്രം ചിക്കാഗോ. എവിടെയാവാ? അയ്യോ, ഇതൊക്കെ എന്തിനാ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഇതൊക്കെ കഴിച്ചോളാം. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടല്ലേ? സന്തോഷം. എവിടെയോ വെച്ച് ഞാൻ- കാണാൻ വഴിയില്ല. ഐ ഫ്രം ചിക്കാഗോ. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ? അമ്മ, അച്ഛൻ, പെങ്ങള്? കഴിക്കും സാർ. എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. We will meet again. അപ്പൊ ബില്ല് ബില്ലൊക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഐ എം വെരി ഹാപ്പി. സന്തോഷായി. കിട്ടിപ്പോയി. ഞാൻ ഗായത്രിയായിട്ട് ബൈക്കിൽ പോയപ്പോഴേ ഇവൻ ലിഫ്റ്റ് തരാന്ന് പറഞ്ഞവനാ. എന്നിട്ട് മുതലാളി ഇപ്പോഴാണ് പറയണത്. അവന്റെ ഏതായാലും തീരട്ടെ. കഴിക്ക്. ഈ മുടിഞ്ഞ പട്ടികൾ ഉറങ്ങാനും സമ്മതിക്കൂലേ? ആരാത്? പട്ടികളൊക്കെ ഇപ്പൊ ആടിന്റെ ശബ്ദത്തിലാ കരയണത്. നോട്ടിത് കേട്ടാ? ഈശ്വര, ഇതെന്തത്? തൽക്കാലം 50,000 ആവശ്യമല്ലുള്ളൂ. അത്യാഗ്രഹം പാടില്ല. കരഞ്ഞോണ്ടിരി. തീർന്ന ഈശ്വര, രക്ഷകൻ ആടിന്റെ രൂപത്തിൽ വന്ന് എന്നെ സഹായിച്ച.
കണ്ടില്ലേ കള്ളൻ ചില പണക്കാരെ കള്ളന്മാര് കാറിന് പോകും. നീ സ്വപ്നം കണ്ടായിരിക്കും അവിടെ അല്ല ഇവിടെ ഒന്ന് നിക്കണം സാർ. ഈ തറവാട്ടിലെ ഒരാളൊഴികെ ലോകത്തിൽ മറ്റാർക്കും തന്നെ അറിയില്ല ഗായത്രി നിന്റെ ഭാര്യയാണ്. അവളോടൊന്ന് സംസാരിക്കണമെങ്കിൽ ഇനി മുതൽ ഈ സദാശിവന്റെ അനുവാദം വേണ്ടി വരും. മാഡം അപ്പൊ പേടിയുണ്ട്. നീ ഏത് പാതാളത്തിൽ അവളോടൊപ്പം പോയി ഒളിച്ചാലും ഞാൻ അവിടെയും വരും. മാഡത്തിന്റെ ഉത്തരവാണത്. ഞാൻ എവിടെ പോയാലും താൻ വരും. എവിടെ പോയാലും വരും. ഓ. ഡ്യൂട്ടി ഡ്യൂട്ടീസ് ഡ്യൂട്ടി. ഓ, ഞാനൊന്ന് ചന്ദ്രനിൽ പോയാലോ? അവിടെ വരും. ഞാൻ സമുദ്രത്തിന്റെ അടിയിലേക്ക് പോയാലോ? അവിടെയും വരും. ഞാനൊന്ന് കക്കൂസി പോയാലോ? കക്കൂസ് അവിടെയും വരും. എനിക്ക് കോംപ്ലക്സ് ഇല്ല. അവിടെ നിൽക്കാൻ കക്കൂസിക്കാരെ പരീക്ഷിക്കരുത്. ഞാൻ അവിടെ വരും. നല്ല വെയിറ്റ് ആണല്ലോ. സാമാന്യം. ആരാ സോപ്പ് വെള്ളം അവിടെ കൊണ്ടുവച്ചേ? തന്റെ അപ്പൻ. ഒന്ന് ചവിട്ടണേ, രണ്ടാളിറങ്ങാനുണ്ട്. ആ ചന്തമുക്കാളർ മുതലാളിക്ക് അറിയാമോ, കോടീശ്വരനല്ലേ അവൻ, കോടീശ്വരൻ. കൊട്ടാരല്ലേ അവന്റെ വീട്. അവന്റെ വീട്ടിൽ കോടിക്കണക്കിന് നോട്ടുകൾ ബാത്റൂമിലും ബെഡ്റൂമിലും ഇങ്ങനെ അടുക്കി വെച്ചേക്കണല്ലേ. ഈ നോട്ടൊക്കെ കൊണ്ടുവന്നെ ആരാന്നറിയാമോ? അൺലോഡിംഗ് പാർട്ടിയല്ലേ കൊണ്ടുവന്നത്. അത്രയ്ക്ക് കാശുകാരാണ്. പിന്നെ അച്ഛൻ അബ്കാരി, അമ്മ പഞ്ചായത്ത് പ്രസിഡന്റുകാരി, പിന്നെ 3 ചേട്ടന്മാര്. മൂത്തവൻ പണക്കാരൻ, രണ്ടാമത്തവൻ പണക്കാരൻ, മൂന്നാമത്തവൻ പണക്കാരൻ, മൊത്തം പണക്കാരൻ. നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ആകാശവാണിയിലുണ്ടായിരുന്നു. എപ്പോഴും പഠിക്കുന്നത് കേട്ടോ. മോലാളി ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ടാണ്. കുറെ നേരമായാലും നടക്കാൻ തുടങ്ങിയിട്ട്. എവിടെ അവന്റെ വീട്? അതാ ഞാൻ നോക്കണത്. അപ്പൊ കുറച്ച് നടന്നാൽ മതി, ഇപ്പൊ എത്തും. മാമോലാളി കുറച്ചു നടന്നാൽ ശബരിമല എത്തും. യോ, എന്തൊരു മായ. മിനിഞ്ഞാന്ന് ഞാൻ വരുമ്പോ അവന്റെ വീട് ഇവിടെ ആയിരുന്നു. ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷമായോ? ഇത് ഇക്കോട്ടിത്തെ മെസ്മറീസോ? ഇങ്ങനെ നോക്കരുത് മോലാളി. ഒരു മിനിറ്റ്. അയ്യോ, സോറി ചേട്ടാ. ഈ ഉണ്ണികൃഷ്ണന്റെ വീട് എവിടെ? ഈ ഉണ്ണികൃഷ്ണൻ. ഇവിടെ ഒരു പി ഉണ്ണികൃഷ്ണൻ, പിന്നെ ഒരു കെ ഈ ഉണ്ണികൃഷ്ണൻ. എന്ന് പറഞ്ഞ ജംഗ്ഷനല്ല, വെറും ഉണ്ണികൃഷ്ണൻ. അഡ്രസ് എന്താ? പള്ളിപ്പറമ്പിൽ. പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ലല്ലോ. പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണനല്ല, പള്ളിപ്പറമ്പിൽ തന്നെ എന്റെ അഡ്രസ്സാ. അത് ശരി. എടോ, എന്തെങ്കിലും ഒരു ക്ലൂ താടോ. കൊള്ളു തരാനായിട്ട് 10 പൈസ കയ്യിൽ. എടോ, അതല്ല, ആളിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടല്ലോ. ആളെന്ന് പറഞ്ഞാലേ ഈ പച്ച ഷർട്ട് ഇട്ടിട്ട് ചുമന്ന കാറില് ഈ വെള്ള ഷർട്ട് ഇട്ടിട്ട് പൊക്കം കുറഞ്ഞ ഈ ഭ്രാന്തുണ്ടോ? അപ്പൊ ഭ്രാന്തുള്ളവരോട് താൻ സംസാരിക്കണം. പോടോ. എന്റെ സ്വഭാവം പറഞ്ഞേക്കാം. വേണ്ട, അല്ല മുതലാളി. പോരാ, എന്റെ അടുത്ത് വേണ്ട. സത്യം പറ, അറിയോടാ? എനിക്കറിയില്ല. മുതലാളി, അളിയൻ, മുതലാളി, അളിയൻ, അളിയാ, അളിയാ, ഞങ്ങളുടെ അളിയാ, ഓടുന്ന അളിയാ, വീഴും. അളിയാ, നിൽക്കവിടെ. അയ്യോ, അയ്യോ, അളിയാ, നിക്കളിയാ. ഒടുക്കത്തെ വഴി. അയ്യോ, നീ ഒറ്റ ഒരുത്തനെല്ലാം കാരണക്കാരൻ. ഇനിയിപ്പോ എല്ലാം കൂടി എന്റെ തലയിലേക്ക് വെച്ചോ. ആളെ കാണിച്ചത് അവനെ പിടിക്കാൻ മേലായിരുന്നോ? അപ്പൊ അത് മുതലാളിക്കാവായിരുന്നില്ലേ? അല്ലെങ്കിൽ പണ്ടേ അതെ, ചായക്ക് പറയാനും തന്തക്ക് പറയാനും ഞാൻ ഒരുത്തനുള്ളൂ. പേടിക്കാതിരി, ഞങ്ങളല്ലേ. എടാ, ഞാനൊരു തല്ലാനും കൊല്ലാനൊന്നും വന്നതല്ലേ. നിന്നെയും കാര്യത്തിൽ ഒന്ന് കാണാൻ വന്നല്ലേടാ. നേരാ. നീ എന്നോട് ക്ഷമിക്കണം കേട്ടാ. അവളെ അന്വേഷിക്കാറുണ്ടോടാ? ഉണ്ടോന്നോ? അവക്ക് ഈ പരമേട്ടന്റെ കാര്യം പറയാനല്ലേ നേരമുള്ളൂ. പരമനല്ല, രാമൻ. രാമന്റെ. അവക്ക് സുഖമല്ലേടാ? ഓ പിന്നെ, അവക്ക് പരമ സുഖല്ലേ. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. പ്രശ്നം 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 പ്രശ്നമൊന്നുമില്ല. പ്രശ്നം സോൾവ്ഡ്. പോകാൻ മുതലാളി. എന്തൊരു ആത്മാർത്ഥ. കേറ് മുതലാളി. കേടാ ഇങ്ങോട്ട്. എന്തൊരു സ്നേഹമുള്ള അളിയൻ. ഈ അളിയന്മാരായി എങ്ങനെ വേണം? അവൻ നല്ല പയ്യനല്ലേ. അവിടെ ചെന്ന് അവളോട് ചൂടാനൊന്നും ഇട്ടത് പറഞ്ഞു.
എനിക്കറിയില്ല. അളിയന്മാരെ പോട്ടെ. ഓക്കേ. മുതലാളി മുതലാളി അവൻ പോണു മുതലാളി. മുതലാളി അവൻ നമ്മളെ പറ്റിച്ചു. അയ്യോ സാരമില്ല, വണ്ടിയുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. മുതലാളിയെ സമ്മതിച്ചു. വാ ഇനി ഞാൻ അളിയാന്ന് വിളിക്കൂല, എന്താ? കണ്ണാന്നേ വിളിക്കൂ. ഇത്രയൊക്കെ ചെയ്യാൻ എവിടെ ധൈര്യം കിട്ടി? കള്ള, എന്റെ പെങ്ങളെ വളച്ചെടുത്തല്ലേ? ആരാ നിന്റെ അളിയൻ? ആരാ നിന്റെ അളിയെന്ന്? കുറെ നേരമായി ഞാൻ സഹിക്കുന്നു. അയ്യേ, അവര് കെട്ടിപ്പിടുത്ത ഉമ്മ വയ്ക്കാതെ നക്കലും. എടാ, ഞാൻ നിന്റെ ആരാ? ഭാര്യയുടെ ആങ്ങള. ഭാര്യയുടെ ആങ്ങളെയോ? ഡാ, ഞാൻ നിന്റെ മൂത്ത പെങ്ങളെ ഭർത്താവാ. മനസ്സിലായോ? അതായത് അച്ഛനില്ലാത്ത നിനക്ക് അച്ഛന് തുല്യമാ. മനസ്സിലായോ? മനസ്സിലായി. ആ, അപ്പൊ നീ എന്നെ എന്താ വിളിക്കേണ്ടത്? അച്ഛാന്ന്. എടാ, ഇന്നു മുതല് ഈ വീട്ടിലെ കാരണവർ ഞാനാ. മനസ്സിലായോ? അതായത് ഈ വീട്ടിലെ ഏറ്റവും മൂത്ത മരുമകൻ. ഇനി ഈ വീട്ടില് ഞാൻ പറയുന്ന പോലെ നടക്കൂ. മനസ്സിലായോ? ഓ, സമയം ഒരുപാടായി. പോയി കിടന്നോ. ഓ, ഉറങ്ങൂ. അച്ഛാ, അല്ല, എന്ത് വേഷായത്? എങ്ങനെയുണ്ട്? കൊള്ളാമോ? മുറ്റത്തേക്ക് ഇറങ്ങിയെന്നാല് വീടിന് കണ്ണ് കിട്ടും. കളിയാക്കണ്ട. എന്തായത്? പാല്. ഓ, ഡെയിലി പാല് കുടിക്കൂ. അതാ ഇങ്ങനെ ഗുണ്ടായിട്ടിരിക്കുന്നത്. അയ്യോ, എനിക്കല്ല, പിന്നെ? രാമേട്ടനാ. എനിക്കോ? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ? അയ്യോ, ഓർമ്മിപ്പിച്ച് നന്നായി. ഇല്ലെങ്കിൽ വ്രതം തെറ്റിയനെ. വ്രതോ? പിന്നെ കല്യാണത്തിന് ശേഷം 41 ദിവസം വ്രതം എടുത്തോളാന്ന് വഴിപാട് നേർന്നിരിക്കല്ലേ. എന്തിന്? നമുക്കുണ്ടാകുന്ന കുട്ടികള് ബധിരരോ മൂകരോ ഒന്നും ആകാതിരിക്കാൻ വേണ്ടി. അതുകൊണ്ട് പാല്, മുട്ട, ഇറച്ചി, മീന്, പിന്നെ സ്ത്രീ സമാഗമം ഒന്നും പാടില്ല. നമ്മുടെ ഫസ്റ്റ് നൈറ്റ്? അതൊക്കെ 41 ദിവസം കഴിഞ്ഞ് എല്ലാം നല്ലതിന് വേണ്ടിട്ടല്ലേ. എനിക്ക് ഗുഡ് നൈറ്റ്. ഞാനിവിടെ മാറിക്കിടന്നോളാം. തിരിഞ്ഞു കിടന്നേ. തിരിഞ്ഞു കിടക്ക്. അയ്യോ, രാമേട്ടാ, എന്താ ഇത്? രാമേട്ടന് വ്രതോ? വ്രതമൊന്നും സാരമില്ലത്. അപ്പൊ നമ്മുടെ കുട്ടി? നല്ല കുട്ടിയായിരിക്കും. നമ്മുടെ കുട്ടി. ഓ അയ്യോ, രാമൻകുട്ടി എന്തേ കാണിക്കണേ? ബോസൊന്നും കാണിച്ചില്ലല്ലോ. ഇത് ചേച്ചിയുടെ സീറ്റാ. ചേച്ചി അല്ലാതെ ഇവിടെ ആരും ഇരിക്കുന്ന ചേച്ചിക്ക് ഇഷ്ടമല്ല. ചേച്ചി കണ്ടാൽ എന്താ ഉണ്ടാവുമെന്നറിയോ? എന്താ മൂക്ക് കേറ്റു? ഇനി മുതൽ ഈ വീട്ടിൽ ആരെവിടെ ഇരിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഈ രാമൻകുട്ടി തീരുമാനിക്കും. അല്ല, ചേച്ചിയല്ല. എന്താ രാമൻകുട്ടി പറയണത്? മലയാളം, പച്ച മലയാളം. അങ്ങനെ പറഞ്ഞാ എങ്ങനെ ശരിയാവും? രാമേട്ടൻ അവിടെ ഇരുന്നോട്ടെ. ഇപ്പൊ വലിയ ചൂടില്ലല്ലോ. ചോറ് വിളമ്പിക്കോട്ടെ. വെളുപ്പിക്കോ. നല്ല ടേസ്റ്റ് ഈ കറിക്ക്. ഇതാരുണ്ടാക്കിയതാണ്? അത് ഈ കുട്ടി ഉണ്ടാക്കിയതാ. ഈ കുട്ടി ഉണ്ടാക്കുന്ന എല്ലാത്തിനും നല്ല ടേസ്റ്റാ. സെക്രട്ടറി, കുറച്ചുകൂടെ വിളമ്പൂ. ആ, വിളമ്പൂ. എന്ത് വൃത്തിയാണ് നീ കാണിച്ചത്? അസത്തെ. കൂൾ ഡൗൺ മാഡം, കൂൾ ഡൗൺ. പാവ സർവന്റ്, ഒരു അബദ്ധം പറ്റിയതല്ലേ. ഇരിക്കേ മാഡത്തിന് ഞാൻ വിളമ്പി തരാം. പറഞ്ഞാ പോരെ, ഞാൻ വിളമ്പി തരൂല്ലേ? അയ്യോ, നീ എന്തെന്നായി കാണിച്ചേ? എടാ, നീ എന്താ വിചാരിച്ചേ? ഇതാരാന്നറിയുമോ? എന്റെ ഭാര്യയുടെ ചേച്ചിയാ. പോക്കറ്റിൽ കാണിക്കോ. ഞാൻ തല്ലും. നീ എന്നെ തല്ലുവല്ലേ? നീ എന്നെ തല്ലു. പോയി. സദാശിവ, എന്താ ഇത്? നിന്നോട് ആര് പറഞ്ഞു ഈ വേഷം ഇട്ട് ഇവിടെ നിൽക്കാൻ? ഒക്കെ രാമൻകുട്ടി ചെയ്ത പണിയാ. ഇന്നലെ എന്നെ കൈക്കോട്ടുകൊണ്ട് അടിച്ചു കൊല്ലാൻ ശ്രമിച്ചു. ഇന്ന് എന്നെ കൈ കൊണ്ടടിച്ചു. എന്നിട്ട് വേഷം ഇടിവിച്ച് എന്നെ നിർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു മാഡത്തിന് തരാൻ വേറൊരു വേഷം തയ്പ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന്. അതെന്ത് വേഷം? പിശാചിന്റെ വേഷം. റാസ്കൽ. ചേച്ചി, അവൻ എന്നെ തല്ലി. ആരെ? ആ രാമൻകുട്ടി, മായയുടെ ഭർത്താവ്. നിന്നോടാരാ ഈ ജോലി ചെയ്യാൻ പറഞ്ഞേ? രാമൻകുട്ടി സാറ്.
ആരാടി നിന്നൊക്കെ ഈ ജോലി ഏൽപ്പിച്ചത്? രാമൻകുട്ടി സാറാ. അമ്മായി എന്തായി കാണിക്കുന്നത്? എന്നാലും മോളെ എനിക്ക് ഈ ഗതി വന്നില്ലേ. ഇന്നലെ വരെ ഞാനൊരു കർച്ചീപ്പ് പോലും കഴുകാത്തല്ലേ മോളെ. കണക്കിന് പോയി അവന്റെ ഉടുതുണി പോലും ഞാൻ കഴുകേണ്ടി വരില്ലേ മോളെ. എനിക്ക് മനസ്സിലറിഞ്ഞിട്ട് ചോദിക്കാം, താൻ ഏത് ആനയുടെ പാപ്പാനാ? പാപ്പാനല്ലടാ, പപ്പൻ. ആനക്കാട്ട് പപ്പൻ. ഫ്രാഡാണല്ലേ? ഉം. ഞങ്ങൾ പുത്തൂരം വീട്ടുകാരെ തനിക്ക് ശരിക്കും അറിയാൻ മേലാഞ്ഞിട്ടാ. ഇവിടെ കിടന്ന് അഭ്യാസം കാണിച്ചാൽ തല്ലിക്കൊന്ന് കൊക്കയിലെറിയും. അതിന് പ്രസിദ്ധി പറ്റവരാ പുത്തൂരം വീട്ടുകാര്. അറിയാമോ തനിക്ക്? തന്നോടാ ചോദിച്ചേ. എടാ, ചാലക്കുടി മൂസാഹാജാരുടെ ഭാര്യയുടെ 25 പവൻ സ്വർണം അടിച്ചു മാറ്റി. എറണാകുളത്ത് ജ്വല്ലറി ഉടമസ്ഥന്റെ കാറ് മോട്ടിച്ചു. പാലക്കാട് ചെട്ടിയാരുടെ ഭാര്യയെ പൊക്കിക്കൊണ്ടുപോയി. ഇതിനെല്ലാം പോലീസ് തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഞാനൊന്ന് വിളിച്ചു പറഞ്ഞാ മതി, ആ നിമിഷം നീ അകത്താ. പറയടാ, ഞാൻ ആരാ? പാപ്പാൻ അല്ല പപ്പൻ, എന്റെ പപ്പേട്ടൻ. मैं उस्ताद होऊंगा, उस्ताद हूँ. समझा? उसका पट्टा. ओड़ा. ओ. എന്തൊരു ശക്തി! चल चल चल. കിഷോർ കുമാർ. ചെയ്യാമേ. എത്രയും പെട്ടെന്ന് ഈ പുത്തൂരം വീട്ടിലൊരു മരുമകനാകുക അതൊരു ഭാഗ്യമായിട്ടേ ഞാൻ കരുതിയിട്ടുള്ളൂ. കണ്ടംകുളങ്ങര കരുണാകരൻ ജോത്സ്യന്റെ വിധി പ്രകാരം ഞാനൊരു രാജകുടുംബത്തിൽ നിന്ന് വേളി ചെയ്യുമെന്ന്. സത്യമാണോ? നുണയല്ല പത്മിനി. പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ച എന്തോ? ഞാൻ ചന്തുവാണ്. ചന്തു. ആ പഴയ തച്ചോളിക്കഥയിലെ ചതിയൻ ചന്തുവല്ല, ഒരു വടക്കം വീരകഥയിലെ എംടിയുടെ ചന്തു. ഒരുത്തന്റെ ഭരണം തുടങ്ങിയതോടുകൂടി പണിയെടുത്തതിന്റെ നടൊടിഞ്ഞു. ദേ വന്നിരിക്കുന്നു വേറെ ഒരുത്തൻ, ഉല്ലൂക്കപ്പട്ട. ഓ, അവന്റെ മുടിഞ്ഞ ഒരു ഇന്തി. പൽപ്പിനി, അവൻ ദുർഗയുടെ ഭർത്താവൊന്നല്ലടി, ഏതോ കള്ളനാണവൻ. കള്ളനായാലും കുള്ളനായാലും ആള് നല്ല രസികനാ. ഹോ, എനിക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ഓ, ഈ അരവട്ടിനോട് പറഞ്ഞ് എന്നെ വേണം കൊല്ലാൻ. നോക്കിക്കോ, ഒരു ദിവസം ഞാൻ അവന് ചോറിൽ വിഷം വെച്ചു കൊടുക്കും. അതോടെ തീരുന്ന അവന്റെ പരിപാടി. എടി, ഞാനൊരു രഹസ്യം പറയട്ടെ. ഒരിക്കൽ സദാശിവന്റെ അച്ഛന് ഞാനൊരു പണി കൊടുത്തതാ. പിന്നെ ഇത്രയും കാലായിട്ട് അയാളുടെ പൊടിപാട് കണ്ടിട്ടില്ല. എന്തിനാ ഭാർഗവത്തല്ലേ വെറുതെ നുണ പറയുന്നത്? നിങ്ങൾ വടക്കേപ്പുറത്തെ തിരുമേനിയുമായിട്ട് ലോഹ്യമായതുകൊണ്ടല്ലയോ ഭർത്താവ് പ്രഭാകരൻ ഈ നാട് വിട്ടു പോയത്? അല്ലേ? നിങ്ങളുടെ മോനില്ലേ സദാശിവൻ, അവൻ ആ തിരുമേനിക്കുണ്ടായ മകനല്ലേ? ഞാൻ അറിയാൻ ആഗ്രഹിച്ചതറിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ മോൻ സദാശിവൻ ഈ പുത്തൂരം വീട്ടുകാരനല്ല. അവൻ ഇവിടുത്തെ സ്വത്തിൽ യാതൊരു അവകാശവും ഇല്ല. അയ്യോ, ഇല്ലേ? സ്വത്ത് കിട്ടുമെന്നുള്ള മോഹമൊന്നും വേണ്ട ഭാർഗവിത്തള്ളേ. പിന്നെ എന്നോട് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ മരിക്കും വരെ ഇവിടെ കഴിയാം, അമ്മയ്ക്കും മകനും. സമ്മതം മൂളമ്മേ. എന്തേ ഭാർഗവി? എന്തോ? എനിക്ക് കുളിക്കാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെക്കേ. ഓ, പിന്നെ പുരട്ടാൻ രാസാദിപ്പൊടിയിട്ട് കാച്ചിയ കുറച്ച് എണ്ണയെ എടുത്തു വെക്കേ. ആ, സംസാ സംശ. ബഹൻ ഖാവോ. ഓ, അവന്റെ ഒരു ഉല്ലൂക്കപ്പട്ട. എല്ലാം ഞാൻ കേട്ടു. തന്തയില്ലാത്ത എനിക്ക് സ്വന്തം തന്തയെ പോലാണ് പപ്പേട്ടൻ. എന്നോട് ദയവുണ്ടാകണം. പപ്പേട്ടനൂടെ ഞാനുണ്ട്. നമുക്കിവിടെ ഒരു കലക്ക് കലക്കണം. കിട്ടുന്നത് 50-50. ഉറപ്പിക്കേ. എല്ലാം അടിച്ചു മാറ്റി ഇവിടെ കുളം കോരി നമുക്കൊരു വള്ളം കളി നടത്തണം. കുട്ടനാടൻ പുഞ്ചായില്ലേ കൊച്ചു. നിർത്തി. നടന്നോ, ധൈര്യമായി നടന്നോ. പപ്പേട്ടനോട് ഞാനുണ്ട്, സദാശിവൻ. ഞാനിപ്പോ പുത്തൂരം വീട്ടുകാരനല്ല, ആനക്കാട്ട് സദാശിവൻ. ആരുണ്ടടാ ആനക്കാട്ടുകാരോട് ഇരിടാൻ? ചുണകൾ ആമ്പിള്ളേരുടെ ഇറങ്ങി വാടാ. ഏത് മാണിക്യമംഗലത്തെ രാമൻകുട്ടി ഞങ്ങൾക്ക് പുല്ലാടാ, പുല്ല്. ചുണകൾ ആമ്പിള്ളേരുണ്ടെങ്കിൽ ഇറങ്ങി വാടാ. ആനക്കാട്ടവരോട് ഏറ്റുമുട്ടാൻ ഇനിയൊരു രംഗത്തിന് ബാല്യമുണ്ട്. ഞങ്ങൾ തയ്യാറ്. വരണ്ടല്ലേ? ഒരു സ്റ്റൈലിൽ ഞാൻ പോയി രണ്ടെണ്ണം പൊട്ടിച്ചേച്ച് വരട്ടെ. വേണ്ടടാ. വേണ്ടല്ലേ? സമയമുണ്ട്. അതെയോ, പോയിട്ട് വരട്ടെ. മുതലാളി, ഇനി ഇവനെ ഇവിടെ വെച്ചുറപ്പിച്ച ശരിയാവില്ല. ഉണ്ണി, വണ്ടി നിർത്തറ.
കാറ് ആനക്കാടൻ ഇവിടെ ഉണ്ടാവും. ഇറങ്ങ. ഈ കാർ ഇവിടെ കിടക്കുന്ന സ്ഥിതിക്ക് അയാൾ ഈ പരിസരത്ത് എവിടെയെങ്കിലും കാണും. ശരിയാണ്, നമുക്ക് അല്പം മാറി നിന്ന് വാച്ച് ചെയ്യാം. വാ. ഇതെന്താണത്? ഇത് ക്യാമറ. എന്തിന്? ആനക്കാട് പപ്പന്റെ ഓരോ നീക്കങ്ങളും ഫ്രെയിം ടു ഫ്രെയിം ഒപ്പിയെടുക്കാൻ. എന്നിട്ട് ഞാൻ സ്റ്റുഡിയോ കൊടുത്ത് വാഷ് ചെയ്ത് പ്രിന്റ് അടിപ്പിക്കും. എന്നിട്ട് പുഴുങ്ങി തിന്നും. ഏ മണ്ട ചെയ്യാൻവിടെ സി ഡി ബുദ്ധിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? നല്ലതാ പിടിച്ചാ മതി. ആനക്കാട് പപ്പൻ ക്യാമറയും നിന്റെ ഒരു കടം വാങ്ങിച്ച ക്യാമറയാണ്. ഞാൻ എന്ത് ചെയ്യും? ഈശ്വര, ക്യാമറയുടെ ഓണറോട് ഞാൻ എന്ത് പറയും? കിട്ടിയടാ, കിട്ടി. കിട്ടും, നിന്റെ കയ്യിലിരിപ്പതല്ലേ? അതല്ല, എവിടെന്ത് കിട്ടി? ആഹാ, അവിടുന്ന് കിട്ടിയോ? എടാ, ഇവിടെ വന്ന് കയറിയിരിക്കുന്നത് ആനക്കാട് പപ്പനാണോ അല്ലയോ എന്ന് തെളിയിക്കാനുള്ള തെളിവെനിക്ക് കിട്ടി. പണ്ടയാള് പട്ടാളത്തിലായിരുന്നപ്പോൾ അയാളുടെ ഇടത്തെ തൊഴിൽ വെടികൊണ്ടൊരു പാടുണ്ടത്രേ. അതവിടെ കിടന്നാൽ നമ്മൾ ഇവിടുന്ന് കിടക്കേണ്ടി വരും. എടാ മണ്ട, ആ വെടിപ്പാട് കണ്ടുപിടിച്ചാൽ അയാൾ ആനക്കാട് പപ്പനാണോ അല്ലയോ എന്ന് തെളിച്ചൂടെ? എന്താണ് വെടികൊണ്ട പന്നിയപ്പോൾ ഒരു ഓട്ടം? വെടികൊണ്ട പന്നിയല്ല, പിന്നെ വെടികൊണ്ട പാട്. വെടികൊണ്ട പാടോ? അത് ഈ വെടികൊണ്ട് ഒരുപാട് പേര് കാർഗിൽ മരിച്ചു വീണു എന്ന് പറയായിരുന്നു അല്ലേ? നിനക്കും വെടികൊണ്ടോ? ഏയ്, പിന്നെന്താ കാലിന്? അത് ഞാൻ ഈ കരാട്ടെ പ്രാക്ടീസ് ചെയ്യാൻ പോണ്ടല്ലോ, അതപ്പോ തുടങ്ങി. അപ്പൊ ഈ കാലിൽ ഉപ്പൂച്ചിയുടെ ഈ മെഡിലയുടെ ബ്ലാങ്കട്ടില്ലേ, അതിന്റെ ആ ബ്ലാങ്കട്ടയുടെ മിഡില് ഫെബ്രുവരി 30 എന്റെ കൾട്ടിവേഷൻ ഒടിഞ്ഞ് എന്റെ നോട്ടിഫിക്കേഷൻ പോയി. നിനക്കൊരു കള്ളലക്ഷണം ഉണ്ടല്ലോണാ. അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റാ. ചലോ 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 എന്ന് പറഞ്ഞിട്ട് ഇയാളെന്നെ നടക്കുക. അങ്ങനെ ഒരു അർത്ഥം ഉണ്ടാവും. ഈ വീട്ടിലാർക്കും ഒരു ഉത്തരവാദിത്വമില്ല. ഗാർഡനൊക്കെ വെറും പൂന്തോട്ടമാക്കി കളഞ്ഞു. ഇടയ്ക്കൊരു വാഴ. വല്ലാത്ത പ്രാണിശല്യം. പട്ടാപകല് തുണി പൊക്കണം. ഇവന്നെ ഞാനിപ്പോ ശരിയാക്കി തരണം. അയ്യോ, മൂർച്ച പോരാ. തോട്ടം അത്ര ശരിയല്ല. എടാ, നീ വാച്ചൊന്നും നോക്കണ്ട. 6 മണി കഴിയാതെ നിനക്ക് ഞാൻ കൂലി തരില്ല. എന്നെ പഠിച്ച് രക്ഷപ്പെടാവുന്ന ഒരുത്തനും കരുതണ്ട. ശരിക്കും ജോലി ചെയ്യടാ, ശരിക്കും പണിയടാ. തനിക്കുള്ള പണി ഞങ്ങൾ തരാടോ. സോറി. ഈ പാര എന്തിനാടോ? ഈ പാര കൊണ്ട് പപ്പന് ഞാനൊരു പാര പണിയും. ഒടുവിൽ ഈ പാര നമുക്കൊരു പാരയാവരുത്. നീ നോക്കിക്കോ. പപ്പൻ അറിയാതെ പപ്പന്റെ മുണ്ടിൽ ഞാൻ ഈ പാര കുത്തി ഇറക്കും. പപ്പൻ മുന്നോട്ട് നടക്കുമ്പോ മുണ്ടുലിഞ്ഞു വീഴുന്നു, തുടയിലെ പാട് നമ്മൾ കാണുന്നു. എങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ആരംഭിക്കാം. ആ പുല്ലോട് കളയടാ. എന്താണ് പിള്ളേരെ പാരയൊക്കെ ആയിട്ട്? ഒന്നുമില്ല ചേട്ടാ, അത് പറമ്പില് കള കുറച്ച് കൂടുതലാ. അത് കളഞ്ഞില്ലെങ്കിൽ ആകെ പ്രശ്നമാകും. അതുകൊണ്ട് പിന്നെ ഈ പാടും എന്നാ പാടും? പിന്നെ അത് പറിക്കാനുള്ള ഒരു കഷ്ടപ്പാടും. ഓ, ആ പാടും. എന്താടാ കൊച്ചളിയാ, നീ ടിഫിനൊക്കെ കഴിച്ചോ? കഴിച്ച് മുട്ടയും പാലും ഒക്കെ മുടങ്ങാതെ കഴിച്ചോണം, നല്ല ആരോഗ്യം വെക്കത്തുള്ളൂ. അതെ അതെ അതെ. നോക്കി നിൽക്കാതെ കള പറിക്കടാ. കള പറിച്ചോണ്ടിരിക്കല്ലേ.
ഒരുപാട് അണ്ടർവെയർ കണ്ടിട്ടുണ്ട്, മുട്ട് വരെയുള്ള അണ്ടർവെയർ ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാനും. സോറി. ഡെങ്കർ സാഹിബിന് ഉത്തരവായിരുന്നു. മിസ്റ്റർ പപ്പൻ, ഗോ ആൻഡ് അറ്റാക്ക്. ഉത്തരവ് കേട്ടപാടെ ഒറ്റ പാച്ചിലായിരുന്നു ശത്രുവിന്റെ സങ്കേതത്തിലോട്ട്. ഭയങ്കരം. ഞാൻ പതുക്കെ 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 നുഴഞ്ഞു കേറി. നുഴഞ്ഞു കയറാൻ പണ്ടേ എടുക്കണമെന്ന് എനിക്കറിയാം. ആദ്യത്തെ കുറെ ബോംബുകൾ ഞാൻ പിടിച്ചെടുത്ത് തിരിച്ചു ശത്രുക്കള് പടപടപടപടാന്ന് ചാകാൻ തുടങ്ങി. കൺട്രോൾ കിട്ടാനല്ല പറ. പെട്ടെന്നായിരുന്നു ഒരു വെടി എന്റെ നേരെ വന്നു. പപ്പേട്ടിനേക്കാൾ വലിയൊരു വെടിയോ? പറയുന്നത് കേക്കടാ പന്നി. ആ വെടിയുണ്ട ഞാൻ കാലി കൊണ്ട് തടഞ്ഞു. കാലുകൊണ്ട് തടഞ്ഞെന്നു? അതെ. അതൊരു ഭയങ്കര വെടിയാണ്. നീ കൊറേ നേരമായി എനിക്കിട്ട് പുളക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പറയുന്നത് കേട്ടാ മതി. പപ്പേണ്ണല്ലേ പറഞ്ഞത് വെടിയുണ്ട കാലുണ്ട് തടുത്തെന്ന്? എന്താടാ സംശയമുണ്ടോ? ഇല്ല. സംശയമുണ്ടോടാ? നിനക്കുണ്ടോടാ? എനിക്കില്ല. നിനക്കില്ലേ? ആർക്കാടാ സംശയം? എനിക്കില്ല. ആർക്കാടാ സംശയം? ആർക്കുമില്ല. കാണിച്ചേരാടാ. ദേ നോക്കടാ. പോയാ തുള നോക്കാൻ നടക്കുന്നേ. ഈ ബോബന്റെ ഒരു കാര്യം. ഓ പരീക്ഷയല്ലേ? ബോബന് മോളിൽ നോക്കാൻ കണ്ടൊരു നേരം സ്വന്തമായിട്ട് പറഞ്ഞോട്ടല്ലോ, അതെടുത്ത് വെച്ചൊക്കെ നോക്കിയാ പോരെ. നിന്റെ കണ്ണട വെക്കുമ്പോഴാ ബോബൻ ഒരു തെളിച്ചം കിട്ടുന്നത്. പത്മനാഭാ, കുഞ്ഞിനേരെ ഞാനിവിടെ ഉണ്ടേ, തീർന്നിട്ടണ്ടേ. ഹാവ്, പുലർച്ചെ മുതൽ പിടിച്ചു നിർത്തിയിരിക്കായിരുന്നു. സമയം കിട്ടണ്ടേ? ഇങ്ങനെയുണ്ട് മനുഷ്യന്മാര്. ഇതിനും വിടില്ലെന്ന് വെച്ചാ താനിത് എവിടെയായിരുന്നോ? ഡേ, ഞാൻ എന്റെ ഭാര്യ വീട്ടിലൊന്നും പോയതല്ല. ദേ അവിടെ ഇരുന്ന് മൂത്രിക്കായിരുന്നു. മതി, ആ കൊടയും വെട്ടി എടുത്തോ. ഓ ഇനി സമയം കളയണ്ട, രാഘവനം തുടങ്ങുന്നതിന് പറഞ്ഞ. അതെ. റസീദ്ര, നീ ഉറങ്ങ? കോടതിയെ തിടറങ്ങാൻ. മുറുക്കി പിടിച്ചോളൂ, പരുന്ന് റാഞ്ചി പോണ്ട. എന്താടാ കൊച്ചു എളുപ്പം കാലത്തെ? അതെ അമ്മ, അത് പറയാം പറയാം. കുറുന്തോട്ടി അന്വേഷിച്ചു വന്നാണ്. ആരുടെ അമ്മയ്ക്ക് വെള്ളം വെക്കാനടാ കുറുന്തോട്ടി? അമ്മയ്ക്കല്ല, അപ്പനാണ്. എടാ നിന്നെ ഞാനൊന്ന് കാണാനിരിക്കുക. നമസ്കാരം. നീയൊക്കെ കൂടി ഇന്നലെ ശ്രീധരനെ എവിടെയാടാ കൊണ്ടുപോയി കുടിപ്പിച്ചത്? എവിടെയാടാ ആ നെത്തലി? നിന്റെ കൂടെ ഉണ്ടായിരുന്നില്ല ആ ചാക്കി? നിനക്കൊക്കെ കുടിച്ച് ചാകണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി ചാകും. മേലെ ശ്രീധരനെ വിളിച്ചോണ്ട് പോയ ശ്രീധര, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങി നടന്നപ്പോ എനിക്കൊരു പുതിയ ഐഡിയ തോന്നിയതാ. നമുക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ നിർത്തി വേറെ പുതിയ ബിസിനസ് തുടങ്ങിയാലോ? എന്ത് ബിസിനസ്? അതാണ് എനിക്കറിയാത്തത്. അപ്പൊ നീ ഉറങ്ങി കിടക്കുമ്പോഴും മണ്ടം തന്നെ. നിങ്ങളൊരു കാര്യം പറഞ്ഞ വടക്കേപ്പാട്ടിൽ ദാസന്റെ വീട്ടിൽ നിന്ന് കള്ളയെ പിടിച്ചു. ഗുരുക്രമാൻ പറഞ്ഞ പോലെ ഒരു പരദേശി, ഒരു തഴുമൻ അല്ല ഒരു തമിഴൻ. അച്യുതൻ പറഞ്ഞ 100 മഞ്ഞളും പോലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഞങ്ങളുടെ അങ്ങനെ പരിഹാസമായിരുന്നില്ലേ നിങ്ങൾക്കൊക്കെ? എന്റെ കർത്താവ്, ചെകുത്താനെ പറ്റി പറഞ്ഞ ചെകുത്താൻ വരുന്നു പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ദേവനാടാ ചെകുത്താൻ. വരട്ടെ, പറഞ്ഞു കൊടുക്കാം, നോക്കിക്കോ. അയ്യോ ചതിക്കില്ല മൂത്തമ്മേ. മൂപ്പരെന്നെ വല്ല പൂവൻ കോഴിയാക്കിയാലേ പിന്നെ നാട്ടിലുള്ള പെടക്കോഴികളെ പിന്നാലെ ഓടാൻ നേരം കിട്ടൂ. പ്ലീസ്. എടാ അച്യുത, കിഴക്കേപ്പാടത്ത് നീ പറഞ്ഞതുപോലെ തന്നെ നടന്നല്ലേ? ആ ഒരു തമിഴൻ പൊള്ളാച്ചിക്കാരൻ നിസ്സാരൻ. പക്ഷേ ഇവനെ പോലത്തെ മനുഷ്യ പിശാചികളെ തളയ്ക്കാനാണ് പാടം. അത് ശരിയാണ്. ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ അടുത്ത് ഒരുവിധപ്പെട്ട തരികടകളൊന്നും യേശൂല. അതുകൊണ്ടല്ലേ ഇരുമാനി കൊണ്ട് ക്രിസ്തുവിനെ മരക്കുരിശിൽ തറച്ചിട്ട് 3-ാം ദിവസം മൂപ്പര് ഫ്രഷ് ആയിട്ട് എംജിആറിനെ പോലെ ആടിയും കുരിശിൻ തകർത്ത് ഉയർത്തെഴുന്നേറ്റത്. എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രേതഭൂത പിശാചികളൊക്കെ ഞങ്ങളെ പോലുള്ള ക്രിസ്ത്യാനികളുടെ ഏഴായിരക്കത്തെ നിൽക്കൂ. അമ്മ അവനൊരു കാര്യം ചെയ്, അങ്ങനെ ചെയ്. അങ്ങനെ ചെയ്യണത് അസ്ലാണ്. ശ്രീധര, എനിക്കൊരു മൃത്യുഞ്ജയ ഹോമുണ്ട്, നീ വരുന്നു? അയ്യോ ഞാനില്ല, എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ട്. ശുഭകാര്യങ്ങൾക്ക് മുടക്കം പറയരുത്.
ഇത്തരം പൂജാതി കർമ്മങ്ങൾ പങ്കെടുത്താൽ നിനക്ക് സർവ്വവിധ മംഗളങ്ങളും ദീർഘായുസ്സും ഞാൻ ക്ലാസ് കഴിഞ്ഞ് എത്തിക്കൊള്ളാം. തെറ്റല്ലേ? എന്നാ ഞാൻ വരാമാവാ, എനിക്ക് കുറച്ച് ദീർഘായുസ് വേണം. സംശയമാണ്. പെങ്ങന്മാരെ ഞാൻ പോയിട്ട് വരാം. ഞങ്ങളെ ആ, ചായ കുടിച്ചേച്ചു പോവാം. ചായ വേണ്ട, സമയമില്ല. ഈ അല്പായുസിന് കുറച്ച് ദീർഘായുസ് വാങ്ങി കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. കേറിക്കോ. നീ ചവിട്ടിയാൽ ഒന്ന് അമർത്തി ചവിട്ടാ, അമർത്തി ചവിട്ടാൻ ഇതിൽക്കൂടെ അമർത്തി ചവിട്ടാൻ എന്നെ കൊണ്ട് പറ്റില്ല. മതി 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 മതി, നിർത്ത്. എത്ര കാലമായി നമ്മൾ ഇറപ്പിച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ട്? പഴയ പാട്ടുകളൊക്കെ വിട്ടിട്ട് പുതിയ വണ്ടി വാങ്ങിച്ചൂടെ? അല്ലെങ്കിൽ പുതുതായിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുന്ന പിള്ളേർക്ക് സെപ്റ്റിക് ഇഞ്ചക്ഷൻ ഒക്കെ നേരുണ്ടാവുള്ളൂ. പറഞ്ഞില്ലാന്ന് വേണ്ട. എന്താണ് നീ പറഞ്ഞത്? കൊച്ചിനോക്കാൻ പറഞ്ഞ കൊച്ചിനോക്കാൻ മതി, കൊച്ചമനെ നോക്കണ്ട കേട്ടാ. ഇവിടെ പറഞ്ഞ കമ്പനി നഷ്ടങ്ങളൊക്കെ ഞാനും ശ്രീധരനും കൂടി ഡീൽ ചെയ്തോളാം. അടിയാടി ഒരു നിമിഷം. പിച്ചക്കാരനെ കുറിച്ച് ശൈലി കണ്ടില്ലടാ. ഓട്ടർഷ വന്നാണ് കണ്ടത്. കണ്ടു പഠിക്കടാ. നമസ്കാരം. നമസ്കാരം. ആരെ നോക്കിയാണ് പറഞ്ഞത്? രണ്ടുപേരെയും നോക്കിയാ നമ്മള് പറഞ്ഞത്. നമ്മളെ കസേരവിലേക്ക് നിരുന്നോട്ടെ. വേണ്ട വേണ്ട, ഇവിടെ വന്നാ മതി. എന്താ ചെയ്യാൻ തന്നേക്കാം. നമ്മള് പിച്ചക്കൊന്നും വന്നല്ല ഒന്ന്. ഇരിക്കണോ? മൂപ്പർ ആരാണ്? നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളാണോ? അല്ല, മനസ്സിലായില്ല. അല്ല, നിങ്ങൾക്കൊരു വികലാംഗന്റെ ലുക്ക് ഉണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇയാൾ ഇവിടുത്തെ ഹെൽപ്പറാണ്, ജാക്കി വാസു. ഓ, അത് ശരി. ഇനി നമ്മൾ വന്ന കാര്യം പറയാം. ഞമ്മന്റെ പേര് ബഷീർ. നമ്മളെ ബാഫി അങ്ങ് ഗൾഫിലാണ്. 40 കൊല്ലായിട്ട് മൂപ്പരങ്ങ് അവിടെ തന്നെ. പതുക്കെ പറഞ്ഞാൽ മതി, ഞാൻ പൊട്ടനൊന്നല്ല. മൂപ്പര് വരവ് കുറവാണെങ്കിലും കത്തിടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ബീഫിമാർക്ക്. ബീഫിമാരോ? അതേന്ന്. ഞമ്മളെ ബാഫി ആയതുകൊണ്ട് പൊക്കി പറയില്ലട്ടോ. മൂപ്പർ ഒരു കാര്യത്തിലും പിശി കാണിക്കാറില്ല. 5 കെട്ടാ മൂപ്പര് കെട്ടിയത്. അതില് 4-ാം കെട്ടില്ല ഞമ്മള്. 4-ാം കെട്ടിലേത് ഇങ്ങനെ, അപ്പൊ പിന്നെ 5-ാം കെട്ടില്ല എങ്ങനെയായിരിക്കാം? ബാഫി അവിടെ അറബിയുടെ ഡ്രൈവറാണ്. മൂപ്പരെ ജോലി ഞമ്മളെ ഏൽപ്പിച്ചിട്ട് വേണം അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാൻ. അല്ലെങ്കിൽ അറബിയുടെ ബീഫിമാര് അവിടെ നിന്ന് ഇങ്ങോട്ട് ബാഫയെ വിടില്ല എന്നാ പറഞ്ഞേ. ഇപ്പൊ മനസ്സിലായി ബാപ്പാടെ എന്ത് വണ്ടി ഓടിക്കണേന്ന്. ബാപ്പാടെ പണിയെടുക്കാൻ ബഷീർ പോയാൽ ശരിയാവോ? കാശ് എത്ര വേണമെങ്കിലും തരാം. ഒരൊറ്റ ആഴ്ച കൊണ്ട് ഞമ്മളെ ഡ്രൈവിംഗ് പഠിപ്പിക്കണം. ഇവിടെ മര്യാദക്ക് കൈയും കാലുള്ളവർക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ 3 ആഴ്ച വേണം. പിന്നെ ഈ കോലത്തിരിക്കുന്ന തന്നെ എങ്ങനെ പഠിപ്പിക്കാനോ ഡ്രൈവിംഗ്? അയ്യോ, മുടക്കം പറയരുതേ. കയ്യും കാലും അല്ല, തല പോയാലും ഇവിടെ വിൽ പവർ ഉണ്ടെങ്കിൽ ജീവിക്കാം. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, തനിക്ക് തലയില്ല എന്നുള്ള കാര്യം. ഒരു കാര്യം ചെയ്യും, ഇപ്പൊ പോയിട്ട് പിന്നെ വായു. അത് മതി, ഞമ്മൾ പിന്നെ വരാം. ശരി ശരി. നമസ്കാരം. 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 മാഷ് കയറിയിരിക്കെ. അതൊന്നും വേണ്ട, കുട്ടിയെ വിളിക്ക്. ഇപ്പൊ തന്നെ 10 മിനിറ്റ് ലേറ്റ് ആയി. അതൊന്നും സാരല്ല, അവൾ ആദ്യമായിട്ടൊരു വിദ്യാഭ്യാസിക്കല്ലേ, അതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. മാഷ് കയറിയിരിക്കെ. അല്ല, അത് അങ്ങോട്ട് കയറിയിരിക്കും. ആചാരങ്ങളൊന്നും തെറ്റിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മാഷ് വരൂ, ഇരിക്കെ. ഡ്രൈവിംഗ് മാഷ. സുഭദ്രേ. ഇത് ഇവിടുത്തെ ഓപ്യ. കുട്ടിയുടെ ഭാഗത്തുള്ള ഒരാൾ വണ്ടിയിൽ ഉണ്ടാവണം. ആരാ വരുന്നത്? എന്താ, ഞാൻ പോരെ? തൽക്കാലം മതി, വന്നോ. അമ്മേ, പോകാം. വോട്ടർ റൈറ്റ്സ്. ആരാ സ്റ്റുഡന്റ്? ഞാനല്ല, സുഭദ്ര കുഞ്ഞ. കുഞ്ഞ് ബാക്കിലിരിപ്പുണ്ട്. ബാക്കിൽ ഇരുന്ന് ഡ്രൈവിംഗ് പഠിക്കാനുള്ള സംവിധാനം ഈ കാറിലില്ല. നിങ്ങൾ ബാക്കിൽ പോയിട്ട് സ്റ്റുഡന്റ് ഫ്രണ്ടിലേക്ക് വരട്ടെ. അയ്യോ, അത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ പറഞ്ഞാൽ വാഹനത്തിന്റെ ഡോക്ടർ കൂടിയാണ് ഡ്രൈവർ. നമുക്ക് ആദ്യമായി ടയറിൽ നിന്ന് തന്നെ ആരംഭിക്കാം. കമോൺ. ഇതിന് ഡിക്കി എന്ന് പറയും. ജാക്കി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. വെരി ഗുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടാ. ജാക്കി ചാനല്ലേ? ആ ജാക്കി അല്ല, ജാക്കി ഷ്രോഫ്. ആ ജാക്കിയുമല്ല. ഇത് കാറിന്റെ ജാക്കി. ഇത് വീൽ സ്പാനർ. ഇത് ലിവർ. വരും. ടയർ മാറ്റണമെങ്കിൽ കാറിനെ ഈ ജാക്കിയുടെ മുകളിൽ കയറ്റി ഇരുത്തിയേ മതിയാവും. മനസ്സിലായോ? മനസ്സിലായി. ഐശ്വര്യമായിട്ട് ഇതങ്ങോട്ട് വാങ്ങിയത്. ശ്രീധരേട്ടന് വീട്ടിൽ ആരൊക്കെയുണ്ട്? ഏത് ശ്രീധരേട്ടൻ? അല്ല, ശ്രീധരൻ മാഷ്ക്ക്. ഓ, എന്ന് ശ്രീധരൻ മാഷ വീട്ടിൽ ആരൊക്കെ വേണം മോൾക്ക്? ശരി, എന്നാ ഞാൻ പറയാം, കേട്ടോ. 2 മൂർക്കം പാമ്പുകൾക്കിടയിൽ ഒരു മാണിക്കല്ലാണ് ശ്രീധരൻ. ശ്രീധേട്ടാ, ശ്രീധേട്ടാ, എന്താ വാറുണ്ടിക്ക് നല്ല സൂല. അതിനിവിടേക്കാ വരുന്ന? അവനെന്താ ഡോക്ടറാ? എന്താ വാസു? വാറുണ്ടിക്ക് വെളുപ്പിന് നെഞ്ചുവേന വന്നു. അറ്റാക്ക് എന്താ തോന്നണേ? ശ്രീധേട്ടനെ കാണുന്നു പറഞ്ഞു. വന്നേ. കാപ്പി കുടിച്ചിട്ട് പോവാനെ.
ഹാർട്ട് അറ്റാക്ക് വന്നവനാണോ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്? ചില അറ്റാക്ക് അങ്ങനെയാ നടത്തിക്കൊണ്ടിരിക്കും. നിനക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് അല്ല, വീട് അറ്റാക്ക് വരെ നടക്കും. നീ എന്തായി പറയുന്നത്? നിനക്ക് ഞാൻ മനസ്സിലാക്കിയാടാ. നീ ചെന്നേ അവ ആലോം തുറന്നു നോക്കിയാൻ. നീ എന്താ ഇവിടെ? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നു. ഇറങ്ങി പോന്ന എന്തിന്? എന്റെ വിവാഹം ഉറപ്പിക്കാൻ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് ആൾക്കാർ വരും. ഇനി അവിടെ നിന്നാ എനിക്ക് മാഷ് നഷ്ടപ്പെടും. പിന്നെ ഇതേ ഒരു വഴി കണ്ടുള്ളൂ. എന്തായാലും നീ കാണിച്ച് ശരിയായില്ല. ഇതുകൊണ്ട് പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. വാർമി വാസു വാർമി, നീ ഒട്ടും സമയങ്ങളായില്ല. 4 പേര് അറിയുന്നതിന് മുമ്പ് ഇവിടെ വീട്ടിൽ കൊണ്ടാക്കണം. മാഷേ അത് നടക്കില്ല. ജീവിക്കുകയാണെങ്കിൽ ഞാൻ മാഷോടെ ജീവിക്കും. എടാ ഇവളെ കണ്ടുപഠിക്കടാ. ഇവൾക്കുള്ള ചങ്കുറ്റ പോലെ നിൽക്കില്ലടാ. എടാ നിന്നൊരാളെ വിശ്വസിച്ചില്ലേ കുട്ടി ഇറങ്ങിപ്പോന്ന്? അതൊക്കെ ശരി തന്നെ, പക്ഷെ ഞാൻ എന്ത് ചെയ്യും? നിനക്കൊന്നും ചെയ്യാനുള്ളൂ. എന്ത്? ഒപ്പോ കോപ്പ് ഉറപ്പിടാ നിനക്ക്. എവിടെ? രജിസ്റ്റർ ഓഫീസിൽ. ചെയ്യാൻ പറഞ്ഞ പണി ചെയ്താൽ മതി കേട്ടാ. ആവശ്യമില്ലാത്ത പണിയൊന്നും ചെയ്യണ്ട. നിന്നാല് പറഞ്ഞ ഒരുപാട് നെട്ടുമ്പോട്ട് ബാലൻസ് വന്നിരിക്കുകയാണ്. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പണ്ടാരം എഞ്ചിനൊക്കെ ഇടിഞ്ഞ് താഴെ വീഴാ. എണീറ്റ് മാറാവുന്നു. മുതലാളി മെത്രാനെ കുർബാന എല്ലാം പഠിപ്പിക്കല്ലേ. 3-4 കൊല്ലമായി ഞാൻ ഈ പണി തുടങ്ങിയിട്ട്. കാറല്ല പാറ്റന്റാണ് ഇവിടെ ശരിയാക്കും. പാറ്റ ടാങ്കായിരിക്കില്ല, വല്ല സെറ്റ് ടാങ്കായിരിക്കും. മര്യാദയ്ക്ക് പണി എടുക്കടാ. ഏത് വളയിലാണ്? നമ്മളെ കാര്യം എന്തായി? നിങ്ങളൊരു തീരുമാനത്തിലെത്തിയോ? ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. നിന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കണില്ലെന്ന് വെച്ചു. ഇതിന് ചില ട്രാഫിക് നിയമങ്ങളൊക്കെ ഉണ്ടേ. എന്ത് ട്രാഫിക്, എന്ത് നിയമം? ഇവിടെ കണ്ണു കാണാൻ പാടില്ലാത്ത വിമാനം പറപ്പിക്കുന്നു, കള്ളക്കടത്ത് നടത്തുന്നു, TV സീരിയൽ അഭിനയിക്കുന്നു, ഫാഷൻ പരേഡിന് പോകുന്നു. നിനക്ക് ഒരുപാട് ലോകപരിചയം കൂടിപ്പോയി. പക്ഷെ നിന്റെ ശരീരത്തിൽ ഒരുപാട് ഐറ്റംസും കുറഞ്ഞു പോയി. അതുകൊണ്ട് എന്റെ പൊന്നുമോനെ അള്ളാഹ് ജന്മത്തിൽ നിനക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റില്ല. ആകപ്പാടെ വരാൻ മനസ്സിലുള്ളൂ. കാരണത്തിരുന്ന പുറത്തേക്ക് പോലും കാണൂല. ഡ്രൈവിംഗ് പഠിക്കാൻ വന്നിരിക്കുന്നു. ഒന്ന് പോകാറുണ്ട്. നിങ്ങൾക്ക് നമ്മളെ നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ഇങ്ങനെ തമാശ പറയില്ലല്ലോ. ഞമ്മക്കും ഇഷ്ടമായി. ഇനി എന്ത് പറയുന്നു നമ്മളെ ഡ്രൈവിംഗ്? സാക്ഷാൽ പടച്ച നമ്പർ വിചാരിച്ചാൽ നിനക്ക് ജമ്മത്ത് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്റെ പൊന്നുമോൻ പോവാൻ നോക്ക്. ഓഹോ അങ്ങനെയാണല്ലേ? എങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഗൾഫുകാരൻ അസുഖയുടെ മോനാണ് ഈ ബഷീറെങ്കിൽ നിങ്ങൾ ഞെട്ടും, നമ്മൾ ഞെട്ടിപ്പിക്കും. മുതലാളി ഞെട്ടിയല്ലേ? നെറ്റിയിലെ ഊട്ടി പോടാ പട്ടി. വണ്ടി വളരെ ആരെങ്കിലും വരണം. ഞാൻ 1/2 മണിക്കൂർ 5 പേരോട് പറഞ്ഞാ എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? ഹലോ, നിങ്ങളല്ലേ പറഞ്ഞത് നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റില്ലെന്ന്? കാറല്ല ലോറി ഓടിക്കാനുള്ള ലൈസൻസ് എടുത്തോണ്ടാ നമ്മൾ വന്നിരിക്കുന്നത്. മാഷന്മാരെ, ഈ ദുനിയാവിൽ മനുഷ്യന് വേണ്ടത് വിൽ പവറാ, അല്ലാതെ കയ്യോ കാലോ ഒന്നല്ല. എന്തൊരു ജീവി ഇത് ബോംബെയിലെ ചേട്ടുവിന്റെ വണ്ടിയാ. ഇത് നമുക്ക് അവിടെ ഏൽപ്പിച്ചിട്ട് വേണം ഗൾഫിന് പോവാൻ. എന്താ ബോംബെ വരെ വരുന്നു? ജസ്റ്റ് ഫോർ എ കമ്പനി. നീ വേണ്ട, ഞാൻ പോകുന്നില്ല. മുതലാളി കൊണ്ട ഞങ്ങളില്ല. ഓക്കെ, നോ പ്രോബ്ലം. ഗൾഫിലെത്തിയിട്ട് നമ്മൾ റിങ് ചെയ്യാം. ഓക്കെ ബൈ. ഓക്കെ. അമ്മ വണ്ടി